അഡ്വക്കേറ്റ് വസന്ത്, ഏകദേശം 1,06,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തോമസ് ചാഴിക്കാടൻ പുഷ്പം പോലെ രണ്ടില നുള്ളിപ്പോയതാണ് കോട്ടയത്ത് നിന്നും. ആ 1,06,000 മറികടക്കാൻ ഫ്രാൻസിസ് ജോർജിന്റെയും UDF-ന്റെയും കയ്യിൽ എന്തായുധമാണ് ബാക്കി? അല്ല, ഇന്ന് വൈക്കം സത്യാഗ്രഹത്തിന്റെ ഓർമ്മ ദിനമാണ്. അതെ, ഒരു 3 മാസം മുമ്പ് പാലായിൽ ഒരു ജന്മി ശബ്ദം കേട്ടു. എന്താണെന്ന് അറിയാമോ? സ്ഥലത്തെ സിറ്റിംഗ് MP ഈ നാട്ടിലെ റബ്ബർ കർഷകരുടെ പ്രശ്നം പറയുമ്പോ ഒരു ജന്മി പറയാണ് ചുപ്പ് രഹോ എന്ന് പറഞ്ഞപ്പോ ഓ അമ്പ്ര എന്ന് പറഞ്ഞ് വഴി മാറി നടന്ന് ചാഴിക്കാടിനെ ആര് വോട്ട് ചെയ്യുന്ന പറയുന്നത്. ഈ നാട്ടിലെ MP മാർക്ക് നമ്മൾ പറഞ്ഞു വിടുന്നത് പാർലമെന്റിൽ പോയി ചോദ്യം ചോദിക്കാനാണ്. സ്ഥലത്തെ മുഖ്യമന്ത്രി സ്വന്തം മുന്നണിയുടെ നേതാവിന്റെ മുമ്പിൽ പോലും ഒരു ചോദ്യം ചോദിക്കാൻ എഴുന്നേറ്റ് നിന്നപ്പോ ഒന്ന് കണ്ണുരുട്ടിയാൽ മുണ്ടു മടക്കി, ബാക്കി ഞാൻ പറയട്ടല്ലോ, മുണ്ടു മടക്കി മാറിയിരിക്കുന്ന ഒരാളെ ഇനി എന്ത് വിശ്വസിച്ച് കോട്ടയംകാരി പറഞ്ഞു വിടണം? അവിടെ പോയി പാർലമെന്റിൽ ഒരു ചോദ്യം ചോദിക്കോ? റബ്ബർ കർഷകരുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു തവണയെങ്കിലും പാർലമെന്റിൽ എഴുന്നേറ്റിട്ടുണ്ടോ? CAA വിഷയവുമായി ബന്ധപ്പെട്ട്, നിരവധി വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു തവണയെങ്കിലും എഴുന്നേറ്റ് നിന്ന് ചോദ്യം ചോദിക്കണ്ട. തല ചൊറിയാനെങ്കിലും കൈ ഇങ്ങനെ പുറകോട്ട് കൊണ്ടുപോയിട്ടുണ്ടോ? ചാഴിക്കാടൻ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ നിർജീവമായ ഒരു MP, ഏകദേശം 100% ഫണ്ട് ചിലവാക്കിയ MP-യുടെ പേരാണ് തോമസ് ചാഴിക്കാടൻ. അരുൺകുമാർ. ഇപ്പൊ റിപ്പോർട്ടർ TV നിങ്ങളൊരു ചാരിറ്റി പ്രവർത്തനത്തിന് മുമ്പ് ഇറങ്ങുന്നു. നികേഷ് കുമാർ എന്ത് ചെയ്യുന്നു? എല്ലായിടത്തും ഫണ്ട് എത്തിച്ചു കൊടുക്കുന്നു. അരുൺകുമാർ നിർദ്ദേശിക്കുന്നു. 100% അങ്ങേക്ക് നിർദ്ദേശിക്കാം. ചിലപ്പോൾ നികേഷ് കുമാർ 50% എത്തിച്ചു കൊടുത്തുള്ളായിരിക്കും. ഏതാണ് കാര്യം? ഫാക്ട് ചെക്ക് നടന്നാണ്. ഈ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഫണ്ട് വിനിയോഗിച്ചത് കൊല്ലത്തെ പ്രേമേന്ദ്രനാണ്. രണ്ടാമത് ഡോക്ടർ തരൂറാണ്. ഫണ്ട് വിനിയോഗിച്ചത്, നിർദ്ദേശിച്ചതല്ല. അതുകൊണ്ട് നിയുക്ത MP എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ ചാഴികാടൻ ഇവിടുത്തെ നിർദ്ദേശിത MP ആണ്. എല്ലാ പദ്ധതിക്കും നിർദ്ദേശങ്ങളാണ്. അദ്ദേഹം 15 വർഷം MLA. മണ്ഡലത്തിലെ വിഷയങ്ങളിലേക്ക് വരാം. പക്ഷേ ദേശീയ വിഷയമാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ ചർച്ചയ്ക്കെടുക്കുന്നത്. കോട്ടയം അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം തോമസ് ചാഴിക്കാടനല്ല, ചാഴിക്കാടന്റെ വ്യക്തിപ്രഭാവമല്ല. പകരം എന്താണ് ചർച്ച ചെയ്യാൻ പോകുന്നത്? സ്വാഭാവികമായും ദേശീയ രാഷ്ട്രീയത്തിൽ ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ, രാജ്യത്ത് നിലനിൽക്കുന്ന നിശബ്ദമായ അടിയന്തരാവസ്ഥ, പ്രതിപക്ഷങ്ങൾക്ക് നേരെ ഉണ്ടാവുന്ന കൂച്ചുവിലങ്ങിട്ടുകൊണ്ടുള്ള സംഘപരിവാർ രാഷ്ട്രീയം, ഇടതു മുന്നണി അതിനൊരു ബദലാവുമോ? ഒരിക്കലും ബദലാവില്ല. അത് വളരെ കൃത്യമായി പല സീറ്റുകളിൽ നമുക്ക് വ്യക്തമാവില്ലേ? LDF കൺവീനർ തന്നെയല്ലേ പറഞ്ഞത് BJPക്ക് ചില കൊള്ളാവുന്ന സ്ഥാനാർത്ഥികളുണ്ട്. അതിൽ ഒരാൾ എവിടെയാണ്? തിരുവനന്തപുരത്ത് ചന്ദ്രശേഖരൻ. പറഞ്ഞു ഇന്ന് BJP സ്ഥാനാർത്ഥി എന്താ പറഞ്ഞതെന്നറിയാമോ? UDF സ്ഥാനാർത്ഥികളെല്ലാം BJPയുടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആണെന്നാ പറഞ്ഞത്. LDF സ്ഥാനാർത്ഥികൾ ഇവര് പറയുന്നത് എന്താണ്? ഇന്നത്തെ UDF നാളത്തെ BJP ആവും എന്നല്ലേ? ഇന്നലത്തെ LDF ഇന്ന് BJP ആയ കഥ വേണോ? ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ അപ്പുറത്ത്, തൊട്ടപ്പുറത്ത് പത്തനംതിട്ടയിൽ കാഞ്ഞിരപ്പള്ളിയിൽ ഈ സംസ്ഥാനത്ത് ഏറ്റവും ആദ്യം MLA ആയിരുന്ന ഒരാൾ BJPയിൽ പോകുന്നത് അൽഫോൺസ് കണ്ണന്താനമാണ്. അതിനുശേഷം BJPയിലേക്ക് കടന്നുപോയ കേരളത്തിലെ മന്ത്രിമാരടക്കം LDFന്റെ MLA-മാരടക്കം എത്ര പേരെ ചൂണ്ടിക്കാണിക്കണം? തൊട്ടപ്പുറത്ത് പത്തനംതിട്ടയിൽ നിൽക്കുന്നത് നിങ്ങളുടെ സമുന്നതരായ നേതാവിന്റെ മകനാണ് അനിൽ ആന്റണി. ആന്റണി നിന്നോട്ടെ, AK ആന്റണി അടുത്ത ദിവസം അവിടെ പ്രചരണത്തിന് വരുന്നുണ്ട്. AK ആന്റണിയേക്കാളും അനിൽ ആന്റണി പറഞ്ഞതെന്നറിയോ? നിങ്ങൾ കോൺഗ്രസ്സുകാരെല്ലാം വേണമെങ്കിൽ പാകിസ്ഥാനിൽ പോകട്ടെ എന്നാ. വസന്തിനെ AK ആന്റണിയെ കൂടെ ഉദ്ദേശിച്ച് പറഞ്ഞായിരിക്കും. അല്ലല്ല, അത് അനിൽ ആന്റണിയുടെ രാഷ്ട്രീയമാണ്. അയാൾ ഇപ്പോൾ BJPയിലാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം. അതൊന്നും കോട്ടയം ചർച്ചയില്ല. കോട്ടയത്തെ കോൺഗ്രസ്സുകാരെ വിശ്വസിക്കാം, കോട്ടയത്തെ ഫ്രാൻസിസ് ജോർജിനെ വിശ്വസിക്കാം. അതുകൊണ്ട് കൈപ്പത്തിക്കല്ലെങ്കിൽ പിന്നെ UDF-ന്റെ സ്ഥാനാർത്ഥി എന്ന് മാത്രമേ കോട്ടയത്ത് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. ഒരു സംശയവും വേണ്ട. കനൽ ഒരു തരിയോടൊപ്പം ആ തരിക്കൊപ്പം പോയ തണലും ഉറപ്പായിട്ടും ഈ പ്രാവശ്യം കെടും. അത് ഉറപ്പാണ്. ഏറ്റവും ആദ്യം 20 സീറ്റിൽ ജയിക്കാൻ പോകുന്ന ഒന്നാമത്തെ സീറ്റ് ഞങ്ങളെ സംബന്ധിച്ച് കോട്ടയമായിരിക്കും. അത്ര ആത്മവിശ്വാസമാണ്. ബ്രൈറ്റ് നോക്കൂ, അത്ര ആത്മവിശ്വാസമാണ് UDF-ന് കോട്ടയത്ത് റബ്ബറിന്റെ കാര്യത്തിന് വേണ്ടി.